നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിവരയിടുന്ന പിണറായി വിജയനോട് പറയാനുള്ളത്, ആദ്യം CAA NRC പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ പേരിൽ താങ്കളുടെ സർക്കാർ മോദിയെ തൃപ്തിപ്പെടുത്താൻ കേരളത്തിലെടുത്ത കേസുകൾ പിൻവലിക്കുക. എന്നിട്ടാകാം അടിയിൽ വരയിടുന്നത്. അല്ലെങ്കിൽ ആ വരകളൊക്കെ വെള്ളത്തിൽ വരച്ച വരകളായി പോകും. ഡയലോഗും ഡെലിവറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് CMA. പൗരത്വ ഭേദഗതി നിയമത്തിൽ വിജയൻ U-ടേൺ അടിച്ചുവെന്ന് പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിണറായി പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. അതുകൊണ്ട് പിണറായിയുടെ പഞ്ച് ഡയലോഗ് കേട്ട് മോദിയെ അണികൾ തെറി വിളിക്കാൻ നിൽക്കണ്ട എന്നാണ് പരിഹാസം വരുന്നത്. അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ വലിയ ട്രോളാകുകയാണ്. ആദ്യം പറഞ്ഞിട്ടുള്ളതൊക്കെ ഏതെങ്കിലും ഒന്ന് നടത്തി കാണിക്കൂ, എന്നിട്ടാകാം അടിവരയിടുന്നതെന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നു. മകൾ വീണയുടെ മാസപ്പടി എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ പിണറായി U-ടേൺ അടിക്കും. മകളെക്കാൾ വലുതല്ലല്ലോ പൗരത്വ നിയമം. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള നീക്കം എതിർക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ നിയമത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിയമം നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ആരംഭിച്ചിരുന്നു എന്നാണ് ആരോപണം. നിയമം നടപ്പാക്കുന്നത് BJPയുടെ തന്ത്രമാണ് എന്നതുപോലെ തന്നെ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തന്ത്രം മാത്രമാണ്. നിയമത്തിന്റെ ഭാഗമായി തടങ്കൽ പാളയം നിർമ്മിക്കാൻ നരേന്ദ്രമോദി പറഞ്ഞയുടനെ പിണറായി സർക്കാർ നിർമ്മാണം തുടങ്ങിയിരുന്നുവെന്ന ഒരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് നിർദ്ദേശം നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന A. വിജയരാഘവന്റെ ഭാര്യയും സാമൂഹിക നീതി മന്ത്രിയുമായ R. ബിന്ദുവാണ് തടങ്കൽ പാളയത്തിന്റെ ഫയൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കൈകാര്യം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തും തൃശൂരും തടങ്കൽ പാളയങ്ങൾ ആരംഭിക്കാൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് ഡയറക്ടർ പുനർവിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. 1.5 വർഷം മുൻപാണ് തടങ്കൽ പാളയത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതെന്നാണ് ആരോപണം. എന്നിട്ടാണ് പിണറായി അടിവരയിട്ട് തള്ളുന്നത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം CAA നടപ്പിലാക്കിക്കൊണ്ട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന അജണ്ട BJP വീണ്ടും തീരുമാനിച്ചു. പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെയും അജണ്ട മോദിയും കൂട്ടരും തന്നെ നിശ്ചയിക്കുന്ന ആ തീരുമാനത്തിന്റെ പിന്നാലെ പോകാനാണ് രാഹുലിന്റെയും കൂട്ടരുടെയും കോൺഗ്രസിന്റെയും ഒക്കെ വിധി. CAA നടപ്പാക്കിയതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും വോട്ടാക്കുന്ന തന്ത്രമാണ് മോദി പയറ്റുന്നത്. കേരളത്തിൽ തിരിച്ചടിയാണെങ്കിലും ഹിന്ദി ബെൽറ്റിലെ ഹിന്ദു വോട്ട് ഏകീകരണത്തിലൂടെ BJP വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കും താങ്ങാൻ സാധിക്കാത്ത വിധത്തിലാണ് BJPയുടെ തന്ത്രങ്ങൾ. അടുത്ത കാലത്തെ BJPക്ക് തിരഞ്ഞെടുപ്പുകളിൽ നേരിയ തിരിച്ചടി നേരിട്ടുവെങ്കിലും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കം ചർച്ചയായ തിരഞ്ഞെടുപ്പുകളാണിത്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന തീരുമാനം തന്നെയാണ് BJP കൈക്കൊണ്ടിരിക്കുന്നത്. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്തതോടെ വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും അധ്യായം കൂടിയാണ് സർക്കാരും BJPയും തുറന്നത്. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കൽ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്ക് പിന്നാലെയാണ് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള തീരുമാനവും. ഏക സിവിൽ കോഡാണ് ഇനി ഈ അജണ്ടകളിൽ ബാക്കിയുള്ളത്. സിവിൽ കോഡ് നടപ്പാക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ചർച്ചയിൽ അതും സജീവമാണ്.